എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ ഷാരൂഖ് സൈഫിയുടെ ആവശ്യം തള്ളി കോടതി. ഉദ്യോഗസ്ഥ സാന്നിധ്യമില്ലാതെ അഭിഭാഷകനുമായി സംസാരിക്കണമെന്നായിരുന്നു ഷാരൂഖ് സൈഫിയുടെ ആവശ്യം. കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയാണ് ഷാരൂഖിന്റെ ആവശ്യം നിരസിച്ചത്. അനഖയുണ്ട് വിശദാംശങ്ങളുമായി. അനഖ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എലത്തൂർ ട്രെയിൻ കേസിൽ ഷാരൂഖ് സൈഫിയുടെ ആവശ്യം ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. അതായത് ഉദ്യോഗസ്ഥ സാന്നിധ്യമില്ലാതെ അഭിഭാഷകനുമായി സംസാരിക്കണമെന്നായിരുന്നു ഷാരൂഖ് സൈഫിയുടെ ആവശ്യം. ഈ ഒരു ആവശ്യം തള്ളിയിരിക്കുന്നത് കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയാണ്. ഈ ഒരു വിഷയത്തിൽ കോടതി പറയുന്നത് നിയമാനുസൃതമായി അഭിഭാഷകനെ ജയിലിലെത്തി പ്രതിയെ കാണാമെന്നും സംസാരിക്കുകയും ചെയ്യാം. നേരത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അഭിഭാഷകനുമായി ഷാരൂഖ് സൈഫി സംസാരിച്ചൊരു സന്ദർഭത്തെയും കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ശനിയാഴ്ച ഷാരൂഖിനെ ഓൺലൈനായി കൊച്ചി പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കാനിരിക്കെയാണ് ഷാരൂഖ് സൈഫി ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്. അഭിഭാഷകനുമായി സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും നോട്ടീസ് ഇല്ലാതെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തുവെന്നായിരുന്നു പ്രതിയുടെ പരാതി. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച തന്റെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് മോനിസിന്റെ പിതാവ് മുഹമ്മദ് ഷാരൂഖ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് NIA കാരണമാണെന്ന ഒരു ആരോപണവും ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ തനിക്ക്, അതായത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ അഭിഭാഷകനുമായി സംസാരിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ച ഘട്ടത്തിലാണ് കോടതി ഈ ആവശ്യത്തെ പൂർണ്ണമായും NIA കോടതി ഈ ഒരു ആവശ്യത്തെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നത്. അനഖയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷാരൂഖ് സൈഫിയുടെ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും അനഖ.